നമസ്കാരം. ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഫാമിലി വ്ളോഗേഴ്സിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. ഏറ്റവും കൂടുതൽ ഫാമിലി ഡ്രാമ യൂട്യൂബിൽ കൊണ്ടുവന്ന് അപ്ലോഡ് ചെയ്യുന്നത് ഇവരായിരിക്കും. അതിൽ നമ്പർ 1 പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ഫാമിലി വ്ളോഗേഴ്സ് ആണ് ഈ ഉപ്പും മുളകും ലൈറ്റ്. അവരുടെ ചില വീഡിയോസ് ഒക്കെ നല്ലതാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കൂടുതലും ഫാമിലി ഡ്രാമ ഇവർ കൊണ്ടുവന്ന് ഇറക്കും. വ്യൂസ് കുറയുന്നു തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർ ഫാമിലി ഡ്രാമ ഇറക്കും. അപ്പോൾ ഇവരുടെ രണ്ടാമത്തെ മകളായിട്ടുള്ള കുഞ്ഞിൻ ഒളിച്ചോടി പോയിട്ടാണ് കല്യാണം കഴിച്ചത്. അവരുടെ കല്യാണമൊക്കെ തീരുമാനിച്ച് വെച്ചേക്കുമായിരുന്നു. പക്ഷെ എന്തോ വീട്ടുകാരുമായിട്ട് പ്രശ്നമുണ്ടായി. അതിനിടയ്ക്ക് കുഞ്ഞിന് ഒളിച്ചോടി പോകുന്നു, കല്യാണം കഴിക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ഡ്രാമയായിരുന്നു യൂട്യൂബിൽ. പിന്നെ കുറേ ദിവസത്തേന് ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരിഭവം പറച്ചിലും വഴക്കുകളും അങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു ഇവർ രണ്ടാളും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞിന് ഒളിച്ചോടി പോയതിനു ശേഷം കുഞ്ഞിനും ഭർത്താവും കൂടി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. അതിനകത്ത് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങി. നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങി. അപ്പോൾ ഇതുവരെയും കുഞ്ഞിനും വീട്ടുകാരും തമ്മിൽ മിണ്ടിയിട്ടില്ല. അമ്മയും അച്ഛനും കുഞ്ഞിനും തമ്മിൽ മിണ്ടിയിട്ടില്ല. അവർ തമ്മിൽ ഇതുവരെയും വിളിച്ചിട്ടില്ല. ഇപ്പോഴും പരിഭവത്തിലും പിണക്കത്തിലുമാണ്. അങ്ങനെയാണ് ഇവർ യൂട്യൂബിൽ പറഞ്ഞേക്കുന്നത്. നേരിട്ട് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അപ്പം ഇവർ ഇതുവരെയും വിളിച്ചിട്ടില്ല. അപ്പോൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല. തമ്മിൽ ഒരിക്കലും വിളിക്കത്തുമില്ല. പകരം ഇവർ രണ്ടുപേരും എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? Q&A വീഡിയോസിലൂടെ. അതായത് ഇവരുടെ യൂട്യൂബ് ചാനലിൽ Q&A വീഡിയോസ് ഇടും. എന്നിട്ട് ആ വീഡിയോസിൽ ഓരോന്ന് പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. മൊത്തത്തിൽ ഡ്രാമയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഫാമിലി ഡ്രാമ ഉണ്ടാക്കാം, എങ്ങനെ ഫാമിലി ഡ്രാമ എടുത്ത് അപ്ലോഡ് ചെയ്യാം എന്നുള്ള റിസർച്ചിലാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ കുഞ്ഞിൻ്റെ ചാനലിൽ കുഞ്ഞിനൊരു Q&A വീഡിയോ ഇട്ടു. ഈ Q&A വീഡിയോയിൽ ആരാണ്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇതുവരെ വീട്ടിൽ പോകാത്തത്, വീട്ടിൽ പോകുന്നില്ലേ, അച്ഛനോടും അമ്മയോടും ഉള്ള പിണക്കം അവസാനിപ്പിക്കാറായിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ആ ചോദ്യത്തിന് കുഞ്ഞിനൊരു മറുപടി പറയുന്നുണ്ട്. ആ മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം. തെറ്റ് എല്ലാവർക്കും പറ്റും. കുഞ്ഞിന്റെ അച്ഛനും അമ്മയും എല്ലാവരും അറിയാൻ കുഞ്ഞൻ ഒളിച്ചോടി പോയത്. ഒരുപാട് കണ്ടന്റ് പോലെ ആക്കി അവർ കുറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, എന്നാലും എപ്പോഴായാലും ഇതൊക്കെ മറന്ന് ഒരുമിക്കണം രണ്ട് ഫാമിലിയും. മനുഷ്യരാണ്. നാളെ നമുക്ക് എങ്ങനെയായിരിക്കും എന്ത് പറ്റുമെന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു നഷ്ടം സംഭവിച്ചാൽ അത് ആലോചിച്ച് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. നെഗറ്റീവ് പറഞ്ഞല്ല കേട്ടോ. രണ്ടുപേരുടെ പിണക്കം മാറ്റി ഒരുമിക്കാൻ നോക്കണം. ഒരിക്കൽ പോലും കുഞ്ഞിന് അവരെ കാണണം എന്നോ അച്ഛൻ അമ്മ എന്ന് വിളിക്കണമെന്നോ തോന്നുന്നില്ലേ? മകളുടെ തെറ്റ് അവര് പൊറുക്കും. കുഞ്ഞനും അച്ഛനും ആലോചിച്ച് തീരുമാനമെടുക്കട്ടോ. മകളെ തെറ്റാണോ ശരിയാണോ? ഞാൻ പറയാം. പറഞ്ഞിട്ട് ഞാൻ മറന്നിട്ട് സത്യം പറഞ്ഞ അച്ഛനമ്മയാണ്. എനിക്കും അവരുടെ ഇഷ്ടം തന്നെയാണ്. എനിക്ക് അവരോട് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. പ്രശ്നങ്ങൾ ഉണ്ടാവുക അങ്ങനെ ഇങ്ങനെയൊക്കെ, അതൊക്കെ കുറച്ച്. ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ Q&A ചെയ്യാൻ പോവുകയാണെന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം പറയാം, വേണ്ടെന്നുണ്ടെങ്കിൽ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഇരിക്കാം. നമ്മളാണ് ചോദ്യങ്ങൾ സെലക്ട് ചെയ്യുന്നത്. ആൾക്കാർ കമന്റ്സിലൂടെ ചോദ്യങ്ങൾ അറിയിക്കുമെങ്കിലും നമ്മൾക്ക് പറയാൻ താല്പര്യമുള്ള ചോദ്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞാൽ മതി. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വളരെ പേഴ്സണൽ ആയിട്ട് വെക്കേണ്ട കാര്യമാണ്. അച്ഛനും അമ്മയും തമ്മിൽ വഴക്കാണ്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിഭവമാണ്, പിണക്കമാണ്. ഇതൊക്കെ വളരെ പേഴ്സണൽ ആയിട്ട് വെക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ കൊണ്ടുവന്ന് നാട്ടുകാരെ കേൾപ്പിക്കേണ്ട വല്ല ആവശ്യവും ഉണ്ടോ? ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ഇരുന്നാൽ പോരെ, ആ ചോദ്യം വായിക്കാതെ ഇരുന്നാൽ പോരെ. പക്ഷെ പറ്റത്തില്ല. ഈ ചോദ്യം വായിച്ചെങ്കിലല്ലേ ഫാമിലി ഡ്രാമ ഇറക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. ഈ വീഡിയോയുടെ തംബ്നെയിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഡ്രാമയാണ്. അപ്പൊ ആ തംബ്നെയിലാണ് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുന്നത്. അത്തരം തംബ്നെയിൽ ഉള്ളത് കൊണ്ടാണല്ലോ അതിന് വ്യൂസ് കൂടുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ വ്യൂസ് കൂടത്തില്ലല്ലോ. അതൊക്കെ കുറച്ച് പിന്നെ ഇപ്പത്തെ സാഹചര്യത്തിൽ എനിക്ക് മേട്ടനെ ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റിയ തീരുമാനമല്ല ഈ ഒരു കാര്യത്തില്. വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് എടുക്കുന്ന തീരുമാനം തന്നെയാവാം. ഈ ഒരു പ്രശ്നത്തില് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ പോവാൻ പറ്റാത്ത അവസ്ഥയാണ്. എപ്പോഴെങ്കിലും നിങ്ങളൊക്കെ കാര്യങ്ങൾ പോലെ പോവാൻ പറ്റിയെങ്കിൽ അത് ഇപ്പൊ വരാൻ പറഞ്ഞ് വിളിച്ചാലും ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങനെ നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല. കാരണം അങ്ങനെ അനുഭവിച്ചു വന്ന സിറ്റുവേഷൻസ് അങ്ങനെയാണ് പേഴ്സണലി. പിന്നെ എന്റെ അച്ഛനമ്മയെ ഞാൻ മറക്കും എല്ലാ കാര്യങ്ങളും പെട്ടെന്ന്. പക്ഷെ അതേപോലെ ഈ പറഞ്ഞ പോലെ കുഞ്ഞസ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം അല്ലേ? പറയാൻ പറ്റില്ല. കാരണം ചിന്തിക്കണ ഞാനിപ്പോ എന്റെ ഫാമിലി ആയിരിക്കുള്ളൂ.
ഏതായാലും അച്ഛനോടും അമ്മയോടും ഒന്നും ഉടനെ മിണ്ടത്തില്ലെന്നാണ് കുഞ്ഞൻ പറയുന്നത്. നമുക്ക് നോക്കാം, വെയിറ്റ് ആൻഡ് സീ. കുറച്ച് കഴിയുമ്പോൾ വളരെ വൈകാതെ തന്നെ കുഞ്ഞൻ അച്ഛനോടും അമ്മയോടുള്ള പിണക്കം അവസാനിപ്പിച്ച് വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് അച്ഛനും അമ്മയും പിണക്കം അവസാനിപ്പിച്ചിട്ട് അങ്ങനത്തെ ഒരു ഡ്രാമയും കൂടി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും, വൈകാതെ കാണാൻ വേണ്ടി സാധിക്കും. ഇനി എത്ര നാളുകൾ നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഉടനെ തന്നെ നമുക്ക് ആ ഒരു രംഗവും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഈ വീഡിയോയിലൂടെ ഇവരിങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഇത് പറയുമ്പോൾ ഓപ്പോസിറ്റ് ഉള്ള ആൾക്കാർക്ക് മറുപടി പറയണമല്ലോ. അതായത് അച്ഛനും അമ്മയും മറുപടി പറയണ്ടേ, എന്തെങ്കിലും മറുപടി പറയണ്ടായോ? പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ മോശമാണല്ലോ. അപ്പോൾ അച്ഛനും അമ്മയും ഒരു Q&A വീഡിയോ അങ്ങ് ചെയ്തു. ആ Q&A വീഡിയോയിൽ ഇതിനുള്ള മറുപടി അച്ഛനും അമ്മയും കൊടുക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് കേൾക്കാം. നമ്മള് തെറ്റ് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നില്ല. ആര് തെറ്റ് ചെയ്താലും അടുത്തൊരു ക്വസ്റ്റ്യൻ, ചേച്ചി കുഞ്ഞിനെ പോയി വിളിക്കും, അങ്ങനെ നമുക്ക് വിളിക്കാൻ പറ്റില്ല വെച്ചാൽ അങ്ങനെ സ്നേഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല, അവളെ കാണാനും സ്നേഹിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ അവളെ ക്വസ്റ്റ്യൻസിലപ്പോ നമ്മളല്ലേ, അവളെ ആ വീഡിയോയിലെ ആദ്യത്തെ വീഡിയോ കണ്ട് ഇട്ടാഴ്ച ഞാൻ ആ വീഡിയോ ആദ്യം കണ്ടത്. അപ്പൊ അതിൽ തീർത്തും പറയുന്നുണ്ട് അവള് അവർക്ക് എടുക്കുന്ന തീരുമാനമല്ല ബന്ധുക്കളാണെന്ന്. പക്ഷെ ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ബന്ധുക്കൾക്ക് ഞങ്ങൾ സ്ഥാനം കൊടുക്കാറില്ല, ഞങ്ങളുടെ തീരുമാനം ഞങ്ങൾ എടുക്കാറ്. ബന്ധുക്കൾ ഒരിക്കലും ഏതൊരു ബന്ധം നമ്മളെ നന്നാക്കണമെന്ന് ചിന്തിക്കുന്ന ബന്ധുക്കളൊന്നുമില്ല. നമ്മളെ കുഴിയിലേക്ക് ഇറക്കാറ് ബന്ധുക്കളുണ്ടാവുള്ളൂ, അത് മനസ്സിലാക്കാൻ കഴിയും. അതായത് ജന്മം കൊടുത്തവർക്ക് മാത്രമേ അതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. പിന്നെ ഞാൻ പറയാം, സപ്പോസ് എന്റെ അച്ഛനും അമ്മേനെ കാണണം എന്നുള്ളത് എന്റെ ആഗ്രഹം. ശരി, ഇവിടെ ഈ അച്ഛനും അമ്മയും ആ പറഞ്ഞത് ശരിയായില്ല. അതായത് കുഞ്ഞിന് ഇറങ്ങി ചെന്നപ്പോൾ 2 കൈയോടും കൂടിയിട്ടും കുഞ്ഞിനെ സ്വീകരിക്കുകയും അവരുടെ കല്യാണം നടത്തി കൊടുക്കുകയും ചെയ്തത് കുഞ്ഞിൻ്റെ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയുമാണ്. അപ്പോൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ അവരോടും കൂടി അറിയിക്കേണ്ടല്ലോ, വേറെ ആരും അല്ലല്ലോ, ഭർത്താവിൻ്റെ അച്ഛനും അമ്മയല്ലേ. അപ്പോൾ ഭർത്താവിൻ്റെ അച്ഛനോടും അമ്മയോടും കൂടി ചിലപ്പോൾ ഒന്ന് ആലോചിക്കേണ്ടി വരും. കാരണം ഇവർ പിണങ്ങി എന്തൊക്കെയോ വലിയ വഴക്കുകളൊക്കെ നടന്നു, ഇവരുടെ ഇടയിൽ തന്നെ എന്തൊക്കെയോ വലിയ വഴക്കുകളൊക്കെ നടന്നു. അങ്ങനെയാണ് ഇവർ ഇറങ്ങിപ്പോയതെന്നാണ് പറയുന്നത്. ഇപ്പോഴും എനിക്കതിനകത്തൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. എന്താണ് ഇവർ തമ്മിലുള്ള വിഷയം, എന്തുകൊണ്ടാണ് കുഞ്ഞിന് ഇറങ്ങിപ്പോയി കല്യാണം കഴിച്ചത്? ഇതിലൊന്നും വലിയ ക്ലാരിറ്റി പ്രേക്ഷകർക്കും കിട്ടി കാണത്തില്ല. കാരണം ആ രീതിയിലാണല്ലോ ഇവരൊക്കെ വീഡിയോ ഇടുന്നത്. വലിയ പ്രശ്നങ്ങളുണ്ട് എന്ന് കാണിക്കാൻ കുറേ വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യും, കുറച്ച് കരയും കുറച്ച് പിഴിയും, അങ്ങനെയൊക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഏതായാലും ആ പറഞ്ഞത് ശരിയായില്ല. അവരുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അവരോടും കൂടി ചിലപ്പോൾ ഒന്ന് പറയേണ്ടി വരും, ചിലപ്പോൾ ഒന്ന് ചോദിക്കേണ്ടി വരും. അമ്മേനെ കാണണം എന്നുള്ളത് എന്റെ ആഗ്രഹം. അതിന് ഞാൻ എന്റെ അച്ഛനമ്മോട് എന്റെ വീട്ടുകാർ ബന്ധം ഞാൻ ചോദിക്കൂ? ഞാൻ ചോദിക്കില്ല. അന്യേന്റെ അച്ഛനോട് അമ്മോടെ ചോദിക്കില്ല, പിന്നീട് അന്യേട്ടന്റെ മറ്റു ബന്ധുക്കളോട് ഞാൻ ചോദിക്കുന്നത്. അതൊക്കെ ബന്ധത്തിനെ നിർത്താം. നമ്മുടെ അച്ഛനും അമ്മേനെ കാണണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ അതൊന്നും എനിക്ക് അവളെ ഞാൻ വിളിക്കാൻ വേണമെങ്കിൽ, പക്ഷെ അവളെന്നെ അതിൽ പറഞ്ഞു അവർക്ക് വരാൻ പറ്റില്ല, അവര് കുറെ ബന്ധുക്കൾ കാരണം. എന്തായാലും ഈ ഫാമിലി വ്ളോഗേഴ്സ് ആയിട്ട് ഇത്തരം ഫാമിലി ഡ്രാമകൾ നിർത്തത്തില്ല, അവസാനിപ്പിക്കത്തില്ല. യൂട്യൂബ് ഉള്ള കാലം വരെയും നമ്മൾക്ക് ഈ ഫാമിലി ഡ്രാമകളൊക്കെ കണ്ട് സഹിക്കേണ്ടി വരും. സഹിക്കുക, അല്ലാതെ എന്ത് ചെയ്യാനാണ്? ഒന്നെങ്കിൽ കാണാതെ ഇരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കണ്ട് നമുക്ക് സഹിക്കാം. അല്ലാതെ ഒരു വഴിയുമില്ല. കാരണം ഇത്തരം ഡ്രാമകളൊക്കെ ഇറക്കിയെങ്കിൽ മാത്രമേ വ്യൂസ് കിട്ടത്തുള്ളൂ. ഇത്തരം ഡ്രാമകൾ ഇറക്കിയില്ലെന്നുണ്ടെങ്കിൽ വ്യൂസ് കിട്ടത്തില്ല. പിന്നെ ഡ്രാമകളൊന്നും ഇറക്കാതെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് വ്യൂസ് വാങ്ങിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇവർക്കൊക്കെ ഒന്ന് പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റീവായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആകെ കൂടെ ചെയ്യാൻ പറ്റുന്നത് ഇത്തരം ഫാമിലി ഡ്രാമ മാത്രമാണ്. പക്ഷേ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മക്കളുടെ ഒക്കെ ഇടയിൽ പേഴ്സണലായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ പേഴ്സണലായിട്ട് തന്നെ കീപ്പ് ചെയ്യുക. അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തി ഇതൊക്കെ കൊണ്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം വിലയല്ലേ ഇല്ലാതാകുന്നത്.